പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, നീ ഞങ്ങളോട് കൂടെയിരിക്കുന്നതിനായി, നീ ഞങ്ങളോട് ചാരയിരിക്കുന്നതിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുല്യം ചൊല്ലുവാൻ കർത്താവേ ആരുമില്ല. നിന്നെപ്പോലെ വേറെ ആരെയും ഞങ്ങൾക്ക് സ്നേഹിക്കുവാനും ഇല്ലല്ലോ കർത്താവേ. ഇന്ന് വേദനയോടെ, നൊമ്പരത്തോടെ, ഹൃദയഭാരത്തോടെ ഇന്ന് ഈ ആത്മീയ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ഏവരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, വചനമയച്ച് സൗഖ്യം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിപ്പാൻ ദൈവമേ നീ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചന കേൾവിക്കായി ഞങ്ങളെ തന്നെ ഒരുക്കിയാണ്, ഞങ്ങളുടെ ഹൃദയവയലുകളെ ഒരുക്കിയാണ് കർത്താവെ. ഈ വിലയേറിയ വചനം പറയുവാൻ ബലഹീനായ അടിയൻ ഏതുമില്ല കർത്താവെ. നിൻ്റെ കയ്യിലെ ഇണങ്ങിയ ആയുധമായി തീർക്കണം. ഇന്ന് വേദനയോടെ, ഹൃദയഭാരത്തോടെ, നൊമ്പരത്തോടെ ഈ വചനത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ കർത്താവെ, വേദനപ്പെട്ടിരിക്കുന്നവർക്ക് ഇത് ആശ്വാസമായി തീരുവാൻ, ജീവിപ്പിക്കുന്ന ജീവൻ്റെ വചനം നിൻ്റെ മക്കൾക്ക് പ്രത്യാശയായി തീരുവാൻ ദൈവമേ അവിടുന്ന് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായൊരു സൗഖ്യം പ്രാപിച്ച് വിടുതലനുഭവിച്ച് മടങ്ങിപ്പോവാൻ നിൻ്റെ ജനത്തെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വമെല്ലാം അങ്ങയ്ക്ക് നൽകുന്നു. സകലവും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തന്നെ ആമേൻ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളാണ് നമ്മൾ വായിച്ച് കേട്ടത്. ഈ വേദഭാഗത്തെ ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്: പ്രതിസന്ധികളിൽ വിശ്വാസിയുടെ പ്രതികരണം. പ്രതിസന്ധിയിൽ വിശ്വാസിയുടെ പ്രതികരണം എന്നുള്ളത് പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചനത്തിൻ്റെ യാത്രയുടെ വിവരണമാണ് പുറപ്പാട് പുസ്തകത്തിൽ. എന്നാൽ ആ വിമോചന യാത്രയിൽ പലവിധമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഈ ദൈവജനത്തിൻ്റെതായ പ്രതികരണം, മോശയോടും അഹരോനോടുമുള്ള പ്രതികരണം ഒരുപക്ഷെ ദൈവത്തോടുള്ള പ്രതികരണമാണ്. നമ്മുടെ ജീവിതയാത്രകളിലും നമ്മളൊരു യാത്രയിലാണ്, ഒരു കനാൻ യാത്രയിലാണ്. ഈ യാത്രയിൽ വിശ്വാസി എന്ന് അവകാശപ്പെടുമ്പോഴും നമ്മുടെ ജീവിത യാത്രകളിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ പ്രതികരണം എപ്രകാരമാണ് എന്ന് ഈ വചനത്തിൻ്റെ തണൽ നിന്നുകൊണ്ട് ഒരുമിച്ച് ഇന്ന് ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ വേദഭാഗത്തിൽ 15-ാം അധ്യായത്തിൻ്റെ മുന്നേയുള്ള പശ്ചാത്തലം ഒരുപക്ഷെ പ്രാരംഭത്തിൽ പാട്ട് പാടിയപ്പോൾ തോമസ് ഗ്രിയച്ചൻ വീണ്ടും ദൈവാത്മാവിൽ അത് പാടിപ്പിച്ചതാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം എന്താണ്? ചെങ്കടൽ കൂടെ കടന്നു പോയതായ ജനത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നതായ ഗാനമാണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പാടിയത്. അവിടെ നമുക്കറിയാം, മോശയുടെ നേതൃത്വത്തിൽ ഈ ജനത്തെ വിമോചനത്തിൻ്റെ യാത്രയിൽ വരുമ്പോൾ അവർ മുന്നിലെ ഒരു പ്രതിസന്ധിയാണ്. എന്താണ്? ചെങ്കടൽ കടക്കണം. ഈ ചെങ്കടലിൻ്റെ മധ്യത്തിൽ വന്നപ്പോൾ അവർ പിന്നിലേക്ക് നോക്കിയപ്പോൾ ഫറവോൻ്റെ സൈന്യം പാഞ്ഞടിക്കുകയാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഈ ജനം വല്ലാതെ വ്യാകുലപ്പെട്ടതായ അവസരത്തിൽ മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ മോശയോട് പറയണം, മോശേ, നിൻ്റെ കരത്തിലെ വടി നീട്ടിയാൽ എന്തായിത്തീരും? ചെങ്കടൽ രണ്ടായിത്തീരും. ഈ മോശ വിശ്വാസത്തോടുകൂടെ തൻ്റെ കരങ്ങളിലെ വടി നീട്ടിയപ്പോൾ എന്തായിത്തീർന്നു? ചെങ്കടൽ രണ്ടായിത്തീർന്നു. ഈ ജനം ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ ഭാവനയിലൊന്ന് നിന്നാൽ ചെങ്കടൽ രണ്ടായി മതിൽ പോലെ നിന്ന് ഉണങ്ങിയ നിലത്തുകൂടെ ദൈവജനത്തെ ദൈവം നടത്തുകയാണ്. ഇന്നെ വിശ്വാസത്തിൽ ഇന്ന് ഈ ആത്മീയ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ദൈവജനമേ, ഞാൻ ചോദിച്ചു കേട്ടെ, നമ്മുടെ മുന്നിലും ചെങ്കടൽ പോലെയുള്ളതായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ചെങ്കടലിനെ വിഭാഗിച്ച് ഉണങ്ങിയ നിലത്തുകൂടെ നടത്തിയ ഒരു ദൈവ സാന്നിധ്യം ഞാനും നിങ്ങളും അനുഭവിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ആത്മീയ തരംഗം കൂട്ടായ്മയിൽ നമ്മൾ സംബന്ധിക്കുവാനുള്ള കാരണം. എന്നാൽ ഈ ദൈവജനം കടന്നു പോകുമ്പോൾ അവർക്കൊരു വ്യാകുലതയുണ്ട്.
പുറമേ ഫറവോൻ്റെ സൈന്യമുണ്ട്. എന്നാൽ ചെങ്കടൽ വീണ്ടും ഒന്നായി തീർന്ന് ഫറവോൻ്റെ സൈന്യത്തെ മുക്കിക്കൊന്നതായ ഒരു ദൈവ സാന്നിധ്യത്തെ നമുക്കറിയാം. എന്നാൽ അവർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അവർ ശൂർ മരുഭൂമിയിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചതായ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അനന്തരം മോശ ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് അവർ ശൂർ മരുഭൂമിയിൽ ചെല്ലുകയാണ്. ജീവിതയാത്രയിൽ ചെങ്കടൽ കടന്നുപോയി എങ്കിലും അടുത്തത് ഒരു മരുഭൂമിയുടെ അനുഭവം നമ്മുടെ ജീവിത യാത്രകളിൽ ഉണ്ടാകാം. ചെങ്കടൽ കടന്നുപോയെങ്കിലും മരുഭൂമിയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതയാത്രകളിൽ വരുമ്പോൾ ഈ ജനത്തെ പോലെ ആയിരിക്കാം പലപ്പോഴും പ്രതികരണം. 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഒരു സങ്കീർത്തനമാണ് അവിടുന്ന് പാടുന്നത്. എന്താണ് സങ്കീർത്തനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെങ്കടലിലൂടെ നടത്തിയ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുകയാണ്. മിരിയാമിൻ്റെ നേതൃത്വത്തിൽ തപ്പെടുത്ത് നൃത്തം ചവിട്ടി ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നതായ ഒരു അനുഭവമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ സ്തോത്ര പ്രാർത്ഥന അവസാനിക്കുകയാണ്. എവിടെയാണ്? ശൂർ മരുഭൂമിയുടെ അനുഭവത്തിൽ വന്നപ്പോൾ പാട്ടുകളെല്ലാം നിന്നുപോയി. അതുകൊണ്ടാണ് ഒരുപക്ഷെ ലളിതമായ വാക്കുകളിലൂടെ അച്ഛൻ പറയുവാൻ ഇടയായിത്തീർന്നത്, നമ്മുടെ പാട്ടുകൾ നമ്മളെ ഒരുപക്ഷെ പാപത്തിലേക്ക് നയിക്കുന്നുണ്ടോ? വിശ്വാസത്തിൻ്റെ തീവ്രതയിൽ നമ്മൾ പലപ്പോഴും പാടാറുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ എൻ്റെയും നിങ്ങളുടെയും പ്രതികരണം എപ്രകാരമാണ് എന്ന് ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കണം. ഇവിടെ മോശയ്ക്ക് നേരെ ജനം എന്ത് ചെയ്തു? മോശയ്ക്ക് നേരെ ജനം പിറുപിറുത്തു എന്നാണ്. മോശയ്ക്ക് നേരെ പിറുപിറുത്തു എന്നാണ്. നമ്മൾ വേദപുസ്തകം ഉടനീളം പഠിക്കുമ്പോൾ നമുക്ക് അറിയാം, ജനം എപ്പോഴും എന്താണ്? ദൈവം ഉപകാരം ചെയ്യുമ്പോൾ ദൈവത്തിന് നന്ദി പറയുകയും, എന്നാൽ പിറുപിറുപ്പിൻ്റെ 16-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ അറിയാം എത്ര പ്രാവശ്യമാണ് അവിടെ പിറുപിറുപ്പ് എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. പിറുപിറുപ്പ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഈ 16-ാം അധ്യായമല്ല വേദപുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിൽ ഉടനീളം കാണുവാനായിട്ട് കഴിയും. എന്നാൽ മോശയ്ക്ക് നേരെ പിറുപിറുത്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നേരെ പിറുപിറുത്തു എന്നാണ്. ഇവിടെ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ മോശയ്ക്ക് നേരെ പിറുപിറുത്തത് ദൈവത്തിന് നേരെ പിറുപിറുത്തതുപോലെയാണ് എന്ന് ഇവിടെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. എന്നാൽ മോശയെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ജനം പിറുപിറുക്കുന്ന അവസരങ്ങളിലെല്ലാം മോശ എന്താണ് എന്ന് ചെയ്തത്? അവർ ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കാരണം വിക്കനായ തടിച്ച നാവുള്ള ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഈ വിമോചന യാത്രയിൽ നേതൃത്വം കൊടുക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചിറക്കിയ ഒരു ദൈവത്തിൽ മോശയ്ക്ക് എന്തുണ്ടായിരുന്നു? ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ! ഇന്ന് വിളിച്ചിറക്കിയ ദൈവത്തിലുള്ളതായ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസ യാത്രയിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഈ ജനം പിറുപിറുക്കുകയാണ്, മോശ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ദൈവ പൈതലെ, ഇന്ന് ഈ ദേവാലയത്തിൻ്റെ അന്തരീക്ഷത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വിമോചന യാത്രയിൽ പിറുപിറുപ്പിൻ്റെ അനുഭവത്തിലാണോ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്? അതോ ദൈവത്തിന് നന്ദി പറയുന്ന അനുഭവത്തിലാണോ? മോശ നമ്മളെ പഠിപ്പിക്കുവാനായി ശ്രമിക്കുന്നത് പ്രേ വിത്തൗട്ട് ഗ്രംബിൾ. നീ പിറുപിറുക്കുവാൻ ഉള്ളവളല്ല, പ്രാർത്ഥിക്കുവാൻ നിയോഗിക്കപ്പെട്ടവളാണ്. പ്രേ വിത്തൗട്ട് ഗ്രംബിൾ. ഒന്നാമത്തെ വളരെ ലളിതമായ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കും. പിറുപിറുക്കാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ജീവിതത്തിൻ്റെ എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ പലയിടങ്ങളിൽ അച്ഛൻ പറഞ്ഞതുപോലെ കേട്ടതാണ്. എന്നാൽ ഞാൻ ഈ നാളുകളിൽ എൻ്റെ കൂടെ സഹയാത്രികരായ അനേകരുണ്ട്. അവർ ഭൂരിഭാഗം പേരും ജീവിതത്തിൽ വേദനകളിലൂടെയും രോഗങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ്. വെല്ലൂർ ഹോസ്പിറ്റലിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിയുന്നതായ കാലഘട്ടത്തിൽ പല ലിവർ ട്രാൻസ്പ്ലാന്റിന് ഒരുങ്ങുന്ന പലരും എന്നെ വിളിക്കാറുണ്ട്. ഇന്നും ഈ ദിവസങ്ങളിലുമൊക്കെ അനേകർ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിച്ച ഒരു മനുഷ്യനാണ് ജേക്കബ് മൈക്കിൾ എന്ന് പറയുന്നതായ ഒരാൾ. അദ്ദേഹം ഇവിടെ നിന്നോ എൻ്റെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചിട്ട് അവിടെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ എൻ്റെ കൂടെ ചോദിച്ചു. അദ്ദേഹത്തിന് വിശദമായി പറഞ്ഞു കൊടുത്തു. വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹം വന്നു. ലിവർ ട്രാൻസ്പ്ലാന്റിന് മുമ്പ് പല സർജറിക്ക് അദ്ദേഹം വിധേയനായിട്ടുണ്ടായിരുന്നു. ലിവറിൽ ക്യാൻസറാണ്.
എന്നാൽ ലിവർ ക്യാൻസർ മാറ്റുവാൻ വേണ്ടി പല ട്രീറ്റ്മെൻറ്റുകൾ കഴിഞ്ഞ് അവസാനം എത്തി നിന്നത് ലിവർ ട്രാൻസ്പ്ലാന്റിലാണ്. എന്നാൽ വെല്ലൂർ ഹോസ്പിറ്റൽ വന്നപ്പോൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങിയപ്പോഴേ അവർ പറഞ്ഞു, ഇനി വേറൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ മുതിരേണ്ട ആവശ്യമില്ല, ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയില്ല. ട്രാൻസ്പ്ലാന്റിന് വേണ്ടി പേര് രജിസ്റ്റർ ചെയ്തു. എന്നാൽ വളരെ നാളുകൾ അദ്ദേഹം കാത്തിരിക്കേണ്ടതായി വന്നു. കോവിഡിൻ്റെ കാലഘട്ടമായപ്പോൾ ഇനി ട്രാൻസ്പ്ലാന്റ് നടക്കുമോ ഇല്ലയോ എന്നുള്ളതായ ഒരു പ്രശ്നം ഉണ്ടായി. പ്രിയമുള്ളവരെ, കോവിഡ് ലോക്ക്ഡൗണിൻ്റെ ആ സമയത്ത് ആ തലേ ദിവസം അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കപ്പെട്ടു. അവിടെ ബ്രെയിൻ ഡെത്തിലൂടെയാണ് ലിവർ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത്. അങ്ങനെ അദ്ദേഹം ലിവർ ട്രാൻസ്പ്ലാന്റിന് വിധേയനായി. അവിടുത്തെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു. അബുദാബിയിൽ ഉന്നതമായ ഒരു ജോലിയിലിരുന്നതായ ഒരു മനുഷ്യനാണ്, ഉയർന്ന സാലറി മേടിച്ച മനുഷ്യനാണ്. അദ്ദേഹം എൻ്റെ കൂടെ ചോദിച്ചു, അച്ഛാ, ഇനി അബുദാബിയിലേക്ക് എന്നെ ജോലിക്ക് വിളിക്കുന്നുണ്ട്, ഈ കോവിഡ് സാഹചര്യത്തിൽ ഞാൻ പോണോ വേണ്ടായോ? അദ്ദേഹത്തിനോട് ഞാൻ അന്ന് ഉപദേശിച്ചത്, ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്, അതുകൊണ്ട് മടങ്ങിപ്പോകണ്ട എന്ന് പറഞ്ഞു. ഡോക്ടർമാരും ആ നിർദ്ദേശം പറഞ്ഞു. അദ്ദേഹം മടങ്ങിപ്പോയില്ല. അദ്ദേഹത്തിന് ആരോഗ്യം തിരിച്ചു കിട്ടി. ഈ കർത്താവിൻ്റെ ശുശ്രൂഷ ആയിരിക്കുന്ന ഇടങ്ങളിൽ ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. പ്രിയമുള്ളവരെ, 2-3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിവറിൽ വീണ്ടും ക്യാൻസറസ് ഉണ്ടായി. ക്യാൻസറസ് വന്ന വീണ്ടും വെല്ലൂർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇനിയും ഓപ്പൺ ചെയ്ത് ഒരു സർജറി കൂടെ ചെയ്ത് ക്യാൻസറുള്ള ഭാഗം മുഴുവനും റിമൂവ് ചെയ്ത് കളയാം. അദ്ദേഹം അതിനും വിധേയനായി. അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചതായ അവസരത്തിൽ എൻ്റെ ഇടവകയിൽ ഒരു അനുഭവ സാക്ഷ്യം പറയുവാനായി ആരാധന മധ്യത്തിൽ, വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ കടന്നു വന്നു. അദ്ദേഹം വെല്ലൂർ പോകുന്നതിന് മുമ്പ് ഇപ്രകാരമാണ് പറഞ്ഞത്, ഞാൻ ഇന്ന് ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ക്യാൻസർ രോഗിയാണ്, എന്നാൽ ക്യാൻസറിനേക്കാൾ ശക്തനാണ് എൻ്റെ ദൈവം. ക്യാൻസറിനേക്കാൾ ശക്തനാണ് ദൈവം. ഈ ക്യാൻസറിൻ്റെ നടുവിലും നടത്തുന്നവനാണ് ദൈവം. വിശ്വാസ ജീവിതയാത്രകളിൽ പ്രയാസങ്ങൾ വന്ന് അടുത്തൊരു പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ ഒരു പട്ടക്കാരനായ ലിജു അച്ഛന് പറയുവാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായി സാധാരണക്കാരനായ ഒരു പച്ച മനുഷ്യൻ പറയുകയാണ്, ക്യാൻസറിനേക്കാൾ വലിയവനാണ് എൻ്റെ ദൈവം. പ്രിയമുള്ളവരെ, അദ്ദേഹം വെല്ലൂരിൽ ചെന്ന് ട്രീറ്റ്മെൻറ്റുകൾ പൂർത്തീകരിച്ചു, നാട്ടിലേക്ക് വന്നു. 3 മാസം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം പോയി. 3 മാസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പ്രകാരം, ദൈവമേ, ഇനി ഒരു ക്യാൻസർ എൻ്റെ ശരീരത്തിൽ ഉണ്ടാവരുതേ എന്നായിരുന്നു പ്രാർത്ഥന. എന്നാൽ ആ പ്രാർത്ഥനകൾ ഒരുപക്ഷെ നിഷ്ഫലമായി പോയി. എന്നാൽ അദ്ദേഹം വീണ്ടും ചെന്നപ്പോൾ ട്യൂമറുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. വെല്ലൂർ ഹോസ്പിറ്റൽ പറഞ്ഞു, ഇമ്മ്യൂണോതെറാപ്പി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യണം, ലക്ഷങ്ങൾ ചിലവാകും. 4-5 ലക്ഷം രൂപയാണ് ഒരു മെഡിസിന്. ഞങ്ങൾ കഴിക്കുന്ന മെഡിസിൻ രാവിലെയും വൈകിട്ടും ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന മെഡിസിനാണ് രാവിലെയും വൈകിട്ടും കഴിക്കുന്നത്. കാരണം വെച്ചിരിക്കുന്ന ലിവർ റിജക്ഷൻ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ഓരോ ദിവസവും കുറയ്ക്കുന്ന മെഡിസിനാണ് രാവിലെയും വൈകിട്ട് കഴിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഡോക്ടർമാർ നിർദ്ദേശിച്ചത് ഇമ്മ്യൂണിറ്റി കൂട്ടുവാൻ വേണ്ടിയാണ്. ഇമ്മ്യൂണിറ്റി കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലിവർ റിജക്ഷൻ സംഭവിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുമ്പോൾ അദ്ദേഹം എന്ത് പ്രയാസഘട്ടങ്ങളിലും ദൈവസന്നിധിയിൽ ഇരുന്ന് തീരുമാനങ്ങൾ കൈക്കൊള്ളും. ദൈവസന്നിധിയിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ട് അദ്ദേഹം ഇമ്മ്യൂണോതെറാപ്പി ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. 2-3 കോഴ്സ് അതിൻ്റെ കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രിയാറ്റിൻ ലെവൽ കൂടി. 1 കഴിഞ്ഞ് 1 പോവുകയാണ്. 2 കിഡ്നിയും ഫെയിലുവറായിപ്പോയി. വളരെ വേദനിപ്പിക്കുന്ന, ഒരുപക്ഷെ ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും എനിക്ക് ഫോൺ ചെയ്യും അദ്ദേഹം, അച്ഛാ, ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ കണ്ടീഷൻ. അദ്ദേഹം ഇപ്പോൾ ബിൽവേഴ്സ് ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. 3 ഡയാലിസിസ്. ഇന്ന് രാവിലെ KY ജേക്കപ്പച്ചൻ്റെ ഭൗതിക ശരീരം കാണുവാൻ പോയപ്പോഴും അതിരാവിലെ വന്ന് ഡയാലിസിസ് ചെയ്ത് ഇറങ്ങിപ്പോകുന്ന ജേക്കബ് മൈക്കിളിനെയാണ് ഞാൻ കണ്ടത്. എന്നാൽ കഴിഞ്ഞ മാസം ഞാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കാണുവാനായിട്ട് ചെന്നു. ഭവനത്തിൽ ചെന്ന് ഞാനൊരു പക്ഷേ നിരാശയോടുകൂടെയാണ് അദ്ദേഹത്തെ കാണുവാൻ ചെന്നതെങ്കിൽ വളരെ പ്രത്യാശയോടുകൂടെ എൻ്റെ കൂടെ ജേക്കബ് മൈക്കിൾ സംസാരിക്കുകയാണ്. ജേക്കബ് മൈക്കിൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്, അച്ഛാ,
ഈ ദൈവത്തോട് എനിക്കൊരു പരാതിയുമില്ല. ഈ ദൈവത്തോട് എനിക്കൊരു പരാതിയുമില്ല. ഇത്രയും നാൾ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാൻ ദൈവം എനിക്ക് സമ്പത്ത് നൽകിയല്ലോ അച്ഛാ. ഇത്രയും നാൾ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാൻ ദൈവം എനിക്ക് പണം നൽകിയല്ലോ. എന്നെ നോക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം നൽകിയല്ലോ, ഭാര്യയെ നൽകിയല്ലോ, മക്കളെ നൽകിയല്ലോ. എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, നമ്മുടെ വിശ്വാസ ജീവിതയാത്രകൾ, പ്രയാസങ്ങൾ, ആകുലതകൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഇന്ന് നമുക്ക് ഇങ്ങനെ പറയുവാൻ കഴിയുമോ? രോഗമുണ്ട്, പ്രയാസമുണ്ട്, ഒരു രോഗത്തു നിന്ന് വേറൊരു രോഗത്തിലേക്കാണ്. ഇന്ന് ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴും അദ്ദേഹത്തിനറിയാം നാളെ എനിക്കുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്നാൽ പ്രത്യാശയോടുകൂടെ ഓരോ നിമിഷവും നാളെ എന്ത് എന്ന് അറിയാത്ത ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുന്നുവെങ്കിൽ വിശ്വാസി എന്ന് അവകാശപ്പെടുന്ന ഞാനും നിങ്ങളും പറയണം, ദോഷമായിട്ട് താതൻ ഒന്നും ചെയ്യില്ല. അതുകൊണ്ടാണ് സാധു കൊച്ചു കുഞ്ഞു ഉപദേശി ഇങ്ങനെ പാടുക: ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, ദോഷമായിട്ട് ഒന്നും ചെയ്യില്ല എന്നും അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന ദൈവജനമേ, ജീവിതയാത്രകൾ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമൊക്കെ വരാം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ വിശ്വാസിയായിരിക്കുന്ന നമ്മൾ പിറുപിറുക്കുവാൻ അവകാശമില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുവാനാണ് ദൈവം നമ്മോട് ആഹ്വാനം ചെയ്തത്. ഇന്ന് ഇവിടെ വായിക്കുന്നതായ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ മോശയ്ക്ക് എന്താണ് അവിടെ കാണിച്ചു കൊടുക്കുന്നത്? അവിടെ ഒരു വൃക്ഷം കാണിച്ചു കൊടുക്കുകയാണ്. നമുക്കറിയാവുന്ന സംഭവമാണ്. ആ മോശയോട് പറയണം, മോശെ ആ വൃക്ഷത്തിൻ്റെ കൊമ്പ് എവിടേക്കിടാൻ പറയുകയാണ്? ഈ വെള്ളത്തിലേക്ക് ഇടുവാൻ പറയാണ്. മോശ പ്രാർത്ഥിച്ചപ്പോൾ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തത് ഞാൻ ചിന്തിക്കുന്നില്ല അന്നേരം പെട്ടെന്ന് മുളച്ചു വന്ന ഒരു വൃക്ഷം പോലെ ആണ് എന്ന് ചിന്തിക്കില്ല. നേരത്തെ തമ്പുരാൻ അവിടെ ഒരു വൃക്ഷമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വിശ്വാസ കണ്ണുകൾ കൊണ്ട് നോക്കിയപ്പോൾ ആ വൃക്ഷത്തെ മോശയ്ക്ക് കാണിച്ചു കൊടുക്കുക. നീ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടുകൂടെ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ പരിഹാരമാർഗങ്ങൾ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. രണ്ടാമത് എനിക്ക് പറയുവാൻ ഉള്ളത് അതാണ്, പരിഹാരം ഒരുക്കുന്ന ഒരു ദൈവത്തെ പറ്റിയാണ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുവാനുള്ളത്. ദ ഗോഡ് ഹു പ്രൊവൈഡ്സ് സൊല്യൂഷൻസ്. ഇന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി പല ഇടങ്ങളിൽ ഓടുന്നവരാണ് നിമർദ്ദമക്കാർ. ഇന്ന് വചനം കേൾക്കുന്ന നമ്മൾ വചനത്തിൻ്റെ മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ചിലരൊക്കെ നമ്മളടുത്ത് പറയും, ഇന്നടുത്ത് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് എന്തു ചെയ്യും, പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം ഒരു സൈഡിൽ മാറ്റിവെക്കും, നമ്മൾ പരിഹാരത്തിന് വേണ്ടി ഓടും. എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, ജീവിതയാത്രകളിൽ ഈ ജനം പിറുപിറുത്തത് കൊണ്ടാണ് 1-2 ദിവസം കൊണ്ട് നടന്ന് ചെല്ലേണ്ട ഒരിടത്ത് എത്ര നാളുകൾ നടക്കേണ്ടി വന്നു? 40 സംവത്സരം കാലം നടക്കേണ്ടതായി വന്നു. ഇന്ന് പ്രശ്നങ്ങൾക്ക് പലപ്പോഴും പരിഹാരം കിട്ടാതെ ഇരിക്കുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരാതിയും പരിഭവവും മാത്രമല്ല, ഈ പ്രശ്നത്തിന് വേണ്ടി നമ്മൾ വല്ലാതെ അലയുകയാണ്. നീ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ദൈവവചനത്തിൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഞാനിത് തിയോളജിക്കൽ കോളേജിൽ പഠിച്ച തിയോളജികളൊന്നുമല്ല പറയുവാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതയാത്രകളിൽ കണ്ട ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം എനിക്ക് പകർന്നു നൽകുവാൻ ഉള്ളത്. പ്രിയമുള്ളവരെ, എൻ്റെ അനുഭവസാക്ഷ്യങ്ങൾ മുഴുവനും ഒന്നും ഞാൻ പറയുവാൻ ഇന്ന് ആഗ്രഹിക്കുന്നില്ല, അതിനുള്ള സമയമല്ലല്ലോ. എന്നാൽ ഞാൻ പട്ടക്കാരനായതിനു ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ വളരെ വലിയതായ പ്രയാസ ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടതായി വന്നത്. ഒന്നാമത്, ഞാൻ ഷമ്മാശനായി ചെങ്ങന്നൂർ പള്ളിയിലിരിക്കുമ്പോഴാണ് എൻ്റെ പിതാവ്
ഒരു ഈസ്റ്റർ ദിനം ഒരു ബ്രെയിൻ ഹെമറേജ് സംഭവിക്കുന്നത്. ബ്രെയിൻ ഹെമറേജ് സംഭവിച്ച് കഴിഞ്ഞ നിമിഷം എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ച് കിടക്കയിലേക്ക് പോയതായ പിതാവ് വളരെ അത്യാസന്ന നിലയിൽ കഴിയുന്നത് ഒരു ചിത്രമാണ് അന്ന് രാത്രിയിൽ ഞാൻ കാണുന്നത്. കൊട്ടാരക്കരയിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ബ്രെയിനിൽ ബ്ലീഡിംഗ് ആണ്, ഇദ്ദേഹത്തെ ഇനി രക്ഷപ്പെടുത്തണമെങ്കിൽ ബ്രെയിൻ സർജറി ചെയ്യണം. അതുകൊണ്ട് ഈസ്റ്റർ ദിനമാണ് പല ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ വിളിച്ചു, പക്ഷേ ഒരു ഹോസ്പിറ്റലുകളിലും സർജനില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കൊല്ലത്തുള്ളതായ ഒരു സ്വകാര്യ ഹോസ്പിറ്റൽ വിളിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോരാൻ പറഞ്ഞു. രാത്രി ആംബുലൻസിൽ ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ ഞാൻ പപ്പയെ ഇങ്ങനെ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, പപ്പ എന്താണ് പറ്റിയത്? കണ്ണൊക്കെ തുറക്കുന്നുണ്ട്, സംസാരിക്കുന്നില്ല. ഈ കൊട്ടാരക്കരയിൽ ഹോസ്പിറ്റൽ കാണിച്ചു പറഞ്ഞു ഒരു സൈഡ് പാരലൈസ്ഡായി, ഇനി ഇദ്ദേഹം എഴുന്നേറ്റ് നടക്കാൻ ചാൻസ് ഇല്ല, ഇനി ഒരുപക്ഷെ ഇദ്ദേഹം സംസാരിക്കുമോ എന്ന് അറിയില്ല. എന്നാൽ പറയട്ടെ, പോകുന്ന വഴിയിൽ എൻ്റെ പിതാവ് എന്നോട് സംസാരിക്കുവാനായി തുടങ്ങി. ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. കാരണം എന്താണ്, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ മുമ്പ് റിപ്പോർട്ട് കണ്ടിട്ട് ഈ സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞതായ പിതാവ് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു പപ്പേ കാലൊന്ന് അനക്കാമോ? കാലയിലേക്ക് ഒന്ന് പിടിച്ച് കുലുക്കി നനക്കാൻ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാല് അനങ്ങുന്നതായി കണ്ടു. അന്നേരം ഞാൻ വിചാരിച്ചു ഒരു സൈഡ് മാത്രമല്ലേ പാരലൈസ്ഡ് ആയിട്ടുള്ളൂ, മറു സൈഡ് എങ്ങനെയായിരിക്കും? ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവമേ എൻ്റെ പിതാവിനെ ഒന്ന് നടത്തണം. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ കാലും അനങ്ങുന്നതായി കണ്ടു. പ്രിയമുള്ളവരെ, ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എൻ്റെ പിതാവ് ആംബുലൻസിൽ നിന്ന് നടന്നിറങ്ങുന്ന കാഴ്ചയാണ്. ഹല്ലേലൂയ! ആംബുലൻസിൽ നിന്ന് നടന്നിറങ്ങിയാണ്. ഈ ഡോക്ടർ എൻ്റെ കൂടെ അത്ഭുതത്തോട് ചോദിച്ചു, ഇപ്പോൾ കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ നിന്ന് ഈ പേഷ്യൻറ്റിനെ തന്നെയാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങൾക്ക് മാറിപ്പോയതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് റിപ്പോർട്ടുകൾ കാണിച്ചു. നമ്മുടെ ഹോസ്പിറ്റലിൽ ആ റിപ്പോർട്ട് നോക്കിയപ്പോൾ ബ്രെയിനിൽ ബ്ലീഡിംഗ് ആണ്. അതുകൊണ്ട് ഉടൻ തന്നെ ICUയിലേക്ക് മാറ്റി, ഒബ്സർവേഷനിൽ ഇട്ടു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചെങ്ങന്നൂർ പള്ളിയിൽ വന്നു. 2 ദിവസം വീണ്ടും കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരികയാണ്. അപ്പോഴേക്ക് വീണ്ടും പ്രയാസമുണ്ടായി. ഇപ്പോൾ നമ്മളെ ഒന്നും തിരിച്ചറിയുന്നില്ല. അച്ഛൻ രാത്രിയിൽ ഉടനെ വരണം. പ്രിയമുള്ളവരെ, തിരിച്ച് രാത്രിയിൽ ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എന്നെ തിരിച്ചറിയാതെ പിച്ചുമ്പയും പറയുന്നതായ ഒരു പിതാവിനെയാണ് ഞാൻ കാണുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഡോക്ടർമാരോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ എന്താണ് സംഭവിച്ചത്? അവർ പറഞ്ഞു എന്തോ ഒരു ഇൻഫെക്ഷനാണ്, ബ്ലഡ് കൊടുത്തിട്ടുണ്ട്, 48 മണിക്കൂർ കഴിഞ്ഞിട്ടേ റിപ്പോർട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് അച്ഛനൊരു കാര്യം ചെയ്യണം, ഇദ്ദേഹം ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്, അച്ഛനൊരു ഒപ്പിട്ട് തരണം. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻറ്റിലേറ്ററിലേക്ക് ഇടുവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, വെൻറ്റിലേറ്റർ എന്ന് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയതാണ്. കാരണം തലേ ആഴ്ച പുഷ്പേരി ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പിതാവിൻ്റെ വെൻറ്റിലേറ്റർ മാറ്റാൻ പോയ കൂട്ടത്തിൽ ഞാൻ പോയതാണ്. വെൻറ്റിലേറ്റർ മാറ്റി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. എന്നാൽ ഞാൻ വളരെ സങ്കടത്തോടെ വേദനയോടെ ഇനി ഒരു പക്ഷേ എൻ്റെ പിതാവിനെ തിരിച്ചു കിട്ടുവാൻ യാതൊരു ചാൻസും ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് അതിൽ ഒപ്പിട്ട് കൊടുത്തു. വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന പിതാവിനെയാണ്. ഒരുപക്ഷെ മാതാവ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, പക്ഷേ ഓക്സിജനൊക്കെ ശ്വസിക്കുവാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആരെയും അങ്ങോട്ട് കടത്തിവിട്ടില്ല. ആ ദിവസങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രോഗബാധിതനായി സൗഖ്യം നൽകിയ പിതാവാണ്, വീണ്ടും മരണാസന്ന നിലയിലേക്ക് പോവുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ വ്യാകുലപ്പെട്ട ദിവസങ്ങളാണ്. 24 മണിക്കൂർ കഴിഞ്ഞു, 48 മണിക്കൂർ കഴിഞ്ഞു. അവർ പറഞ്ഞു സെപ്റ്റിസീമിയ എന്ന് പറയുന്നതായ ഇൻഫെക്ഷൻ ആണ്, ഇത് വന്നു കഴിഞ്ഞാൽ 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പോലും ഒക്കത്തുള്ളൂ. എവിടെ കൊണ്ടുപോകണമെന്നറിയാതെ ഭാരപ്പെട്ട ഒരു ദിവസമുണ്ട്. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം നടത്തി. പ്രിയമുള്ളവരെ, അന്ന് സക്രിയാസ് തിരുമേനിയാണ് ഈ ഭദ്രാസനത്തിൻ്റെ അധിപൻ. തിരുമേനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശമാശനൊരു കാര്യം ചെയ്യാൻ, ശമാശൻ പിതാവിനെ വിദേശത്തോ എവിടെയെങ്കിലും കൊണ്ടുപോകും, ഞാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. ഞാൻ തിരുമേനി എടുത്തു പറഞ്ഞു, തിരുമേനി ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് പോലും ഇവരെഴുതാതെ നിൽക്കുകയാണ്, വെൻറ്റിലേറ്റർ മാറ്റിയാൽ ഒരുപക്ഷെ എൻ്റെ പിതാവ് മരണപ്പെടുമെന്നാണ് പറയുന്നത്. കണ്ണിൽ ഇൻഫെക്ഷൻ ബാധിച്ചു, കണ്ണ് ഒരുപക്ഷെ സർജറി ചെയ്ത് കളയണമെന്ന് ഡോക്ടർമാർ എന്നോട് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ വ്യാകുലപ്പെട്ട് നിരാശപ്പെട്ട് തകർന്നു നിന്ന ഒരു നിമിഷം എൻ്റെ ജീവിതയാത്രയിലുണ്ട്.
അന്ന് ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കല്ലാതെ വേറൊന്നുമില്ല. ഒരു ദേവാലയം ഇല്ല, ഒരു ചാപ്പലില്ല, ഒരിടത്തും പോകുവാനില്ല, ആരുടെ മുന്നിൽ നിന്നും കരയുവാൻ പറ്റുന്നില്ല. കാരണം ഞാനന്ന് ഒരു അച്ഛനായി തീർന്നു. എൻ്റെ മാതാവിൻ്റെ മുന്നിലോ വീട്ടുകാരുടെ മുന്നിലോ ഈ പ്രയാസങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ബാത്റൂം തുറന്ന് ഒരുപക്ഷെ ഷവർ തുറന്നിട്ട് കരഞ്ഞ ദിവസങ്ങൾ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ദൈവമേ, രണ്ടാമത്തെ പട്ടംകുട ശുശ്രൂഷ നടക്കുമ്പോൾ പരേതനായ ഇന്നാളുടെ വീട്ടിലെ മകനെന്ന് നീ പ്രതിജ്ഞാവാചകം അല്ലെങ്കിൽ സത്യവാചകം എഴുതി വായിക്കുവാൻ തമ്പുരാനെ ഇടയാക്കരുത്. നമ്മൾ അറിയാം, പട്ടംകുട ശുശ്രൂഷ നടക്കുമ്പോൾ മേൽപ്പട്ടക്കാരൻ്റെ കയ്യിൽ സത്യവാചകം എഴുതി അയക്കുമ്പോൾ ഇന്ന വീട്ടിൽ ഇന്നാളുടെ മകൻ. അന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയത് അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, പിറ്റേന്ന് ഹോസ്പിറ്റലുകാർ വന്നിട്ട് നോക്കിയപ്പോൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞു, അച്ഛൻ്റെ പിതാവിൻ്റെ ഒരു കണ്ണ് സേവ് ചെയ്യാൻ പറ്റും, ഒരു കണ്ണ് സേവ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. കാരണം ഒരു കണ്ണ് നൽകിയ ദൈവത്തിന് സ്തോത്രം. വെന്റിലേറ്റർ മാറ്റുവാൻ തീരുമാനമെടുത്തു. തൊണ്ട കഴിച്ച് ട്രക്കോസ്റ്റമി ചെയ്യുവാൻ തീരുമാനമെടുത്തു. എന്നാൽ പ്രിയമുള്ളവരെ, ട്രക്കോസ്റ്റമി ചെയ്തപ്പോൾ ഡോക്ടർമാർ അതിനു മുമ്പ് വീണ്ടും എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വെന്റിലേറ്റർ മാറ്റുമ്പോൾ ഒരുപക്ഷെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാം. ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, വളരെ നാളുകൾ ആഗ്രഹിച്ചതാണ് എൻ്റെ പിതാവ് എൻ്റെ പട്ടംകുട ശുശ്രൂഷ. ഈ പട്ടംകുട ശുശ്രൂഷ കാണുവാൻ 3 മാസവും കൂടെ ഉണ്ട്. 3 മാസവും കൂടെ നീട്ടിത്തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ട്രക്കോസ്റ്റമി ചെയ്യുവാൻ ഡോക്ടർമാർ വന്നു, വെന്റിലേറ്റർ മാറ്റി. അതിനുശേഷം ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, അച്ഛാ, വെന്റിലേറ്റർ മാറ്റിയപ്പോൾ അച്ഛൻ്റെ പിതാവിൻ്റെ ബ്രീത്തിങ് വരുന്നതായി ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങളൊരു മാസ്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓക്സിജൻ മാസ്ക് കൊണ്ട് 24 മണിക്കൂർ നോക്കാം. അതിനുശേഷം നമുക്ക് ട്രക്കോസ്റ്റമി ചെയ്യാം. പ്രിയമുള്ളവരെ, പിന്നീട് ട്രക്കോസ്റ്റമി ചെയ്യുവാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. ജീവശ്വാസമോദിയവന് മാത്രമേ നമ്മുടെ ജീവനെ എടുക്കുവാൻ അവകാശമുള്ളൂ. ഇന്നെന്നെ കേൾക്കുന്ന വിശ്വാസി, എത്രയോ നിമിഷങ്ങളിൽ നമ്മൾ കരഞ്ഞ് നിലവിളിച്ച അവസരങ്ങളിൽ തമ്പുരാൻ നമ്മളെ നടത്തിയത് കൊണ്ടല്ലേ. ജയ്മോനെ, സുവിശേഷകനായ ജയ്മോൻ എന്താണ് പ്രാർത്ഥിച്ചത് എന്ന് നോക്കിയപ്പോൾ ഞാൻ അവിടെ നിന്ന് വീണ്ടും കേട്ടത് എന്താണ്? കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ, കുറിയലായിസോൻ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ പിതാവിനെ മടക്കി തരണമേ. ഞാൻ ചുരുക്കി പറയട്ടെ, എൻ്റെ പട്ടംകുട ശുശ്രൂഷയ്ക്ക് 30 ദിവസം ICUയിൽ കിടന്നു. ഡോക്ടർമാർ പറഞ്ഞു, ഇനി വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇഷ്ടമുള്ള ആഹാരം കൊടുത്തു. ഇനി കുറച്ച് ദിവസം കൂടെ കാണിച്ചു. വീണ്ടും 2 മാസം കൂടെ ഉണ്ട് എൻ്റെ പട്ടംകുട ശുശ്രൂഷ നടക്കുവാൻ. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് അനേകർ പ്രാർത്ഥിച്ചു. അനേകർ വൈദികർ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ഈ ഷമ്മാശൻ പട്ടംകുട ശുശ്രൂഷ കാണുമ്പോൾ ഈ രായ്ച്ചാനെ മടക്കി കൊടുക്കണമേ ദൈവമേ എന്നാണ്. പ്രിയമുള്ളവരെ, മൈലം ക്രിസ്തോസ് പള്ളിയിൽ 2015 എൻ്റെ പട്ടംകുട ശുശ്രൂഷ നടക്കുമ്പോൾ പരേതനായ വീട്ടിലെ മകനെന്ന് വിളിക്കുവാൻ ഈ ദൈവം അനുവദിച്ചില്ല. കിടക്കയിൽ കിടന്നപ്പോൾ വൈദ്യശാസ്ത്രം ഒരുപക്ഷെ ഉപദേശിച്ചു. പല ഫിസിയോതെറാപ്പിസ്റ്റുമാരും എൻ്റെ വീട്ടിൽ വന്ന് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് പറഞ്ഞു, അച്ഛാ, വെറുതെ കാശ് കളയണ്ട. എന്നാൽ എൻ്റെ പട്ടംകുട ശുശ്രൂഷ നടക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ പിതാവ് എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. പട്ടംകുട ശുശ്രൂഷയിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ടുവെങ്കിലും ഈ ദൈവം എൻ്റെ പിതാവിനെ 3.5 മണിക്കൂർ ആരോഗ്യത്തോടുകൂടെ ആ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുവാനിടയായി. ഞാൻ 3 മാസം ചോദിച്ചപ്പോൾ 3 വർഷം നീട്ടി നൽകിയ ഒരു ദൈവമാണ്. മാരാമൺ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ നാളുകളിലാണ് എൻ്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഒരു ദൈവ പൈതൽ പ്രതിസന്ധികൾ വരുമ്പോൾ പിറുപിറുക്കുകയല്ല ചെയ്യേണ്ടത്, പ്രാർത്ഥനയിൽ പതറാതെ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. പ്രതിസന്ധികൾ വരുമ്പോൾ പിറുപിറുക്കുകയല്ല, പ്രാർത്ഥനയിൽ പതറാതെ നിൽക്കേണ്ടതാണ്. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ പരിഹാരം ഒരുക്കുന്നവനാണ് എൻ്റെ ദൈവം. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ
പരിഹാരം ഒരുക്കുന്നവനാണ് എൻ്റെ ദൈവം. നീ ദൈവസന്നിധിയിൽ കരഞ്ഞാൽ കരുണ കാണിക്കുന്നവനാണ് എൻ്റെ ദൈവം. നീ ദൈവസന്നിധിയിൽ കരഞ്ഞാൽ കരുണ കാണിക്കുന്നവനാണ് ദൈവം. നിന്റെ ഹൃദയമൊന്ന് പിടഞ്ഞാൽ മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്നവനാണ് എൻ്റെ ദൈവം എന്ന് പറയുവാൻ കാരണമായി തീർന്നത് കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൻ്റെ പ്രയാസഘട്ടങ്ങളിൽ, നിരാശയുടെ ഘട്ടങ്ങളിൽ, തകർന്ന ഘട്ടങ്ങളിൽ, മരുഭൂമിയിൽ മാറയുടെ അനുഭവങ്ങളിൽ തൊട്ടവനാണ് എൻ്റെ ദൈവം. ഇന്ന് ഈ മോശയോട് ചേർന്ന് നമുക്കും പറയാം. നമ്മൾ വിശ്വാസത്തോടുകൂടെ അങ്ങോട്ട് നോക്കിയപ്പോൾ പരിഹാരവൃക്ഷം തമ്പുരാൻ കാണിച്ചു തന്നില്ലേ? ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് പറയുവാൻ കഴിയില്ലേ? കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതയാത്രകൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എത്ര അതിശയകരമായിട്ടാണ് ദൈവം നമ്മളെ ഇന്ന് നടത്തുന്നത്. ഇന്ന് നമ്മൾ ചോരാത്ത ഒരു വീട്ടിൽ താമസിക്കുവാൻ ആഗ്രഹിച്ചവരാണ്. നമ്മൾ നല്ല ഒരു ഡ്രസ്സിന് വേണ്ടി ആഗ്രഹിച്ചവരാണ്. മാരാമൺ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു അച്ചായൻ പറഞ്ഞത്, അച്ഛാ ഞാൻ ഗൾഫിൽ പോകുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അങ്കിൾ എനിക്കൊരു സ്പ്രേ തന്നു. എന്നാൽ ആ സ്പ്രേയുടെ ബ്രൂട്ടെന്ന സ്പ്രേ ആണ്. അത് അടിച്ചപ്പോൾ എനിക്കൊരാഗ്രഹം ഗൾഫിൽ പോകണമെന്ന്. എന്നിട്ട് നിറകണ്ണുകളോടെ അദ്ദേഹം ഇങ്ങനെ പറയും, അച്ഛാ എന്നെ ദൈവം ഇന്ന് അതിശയകരമായി എന്നെയും എൻ്റെ തലമുറയും ഒരു സ്പ്രേക്ക് വേണ്ടി ആഗ്രഹിച്ച എന്നെ ഇന്ന് നിർത്തി. ഇന്ന് ഒരുപക്ഷെ അദ്ദേഹം കുട്ടപ്പച്ചാൻ എന്നാണ്, അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ സമ്പന്നതയെ പറ്റിയല്ല പറയുന്നത്. കഴിഞ്ഞ നാളുകളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എന്നെയും എൻ്റെ തലമുറകളെയും നടത്തിയ ഒരു ദൈവമുണ്ട് എന്ന് പറയുവാൻ കഴിയുമെങ്കിൽ, ഇന്നെന്നെ കേൾക്കുന്നവരെ, ഒരു സാരിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പുറത്തേക്കിറങ്ങുവാൻ ഒരു സാരിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുവാൻ ഒരു സാരിക്ക് വേണ്ടി. ഞാൻ ചോദിച്ചോളൂ, എത്ര സാരിയാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് എണ്ണമുണ്ടോ? ഒരു വൈദികൻ വന്നാൽ ഒരു കസേര എടുക്കുവാനില്ലാത്ത വീടുകൾ വേറെ ഒന്നുമല്ല. ഇന്ന് പ്രസംഗിക്കുന്ന ലിജു അച്ഛൻ്റെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരു നല്ല പാത്രത്തിന് വേണ്ടി ആഗ്രഹിച്ചുണ്ട്, സാധാരണ കാര്യം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവം നിന്നെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ പിറുപിറുക്കല്ല, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവവൈതലെ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. മോശയോട് ചോദിച്ചാൽ മോശ പറയും, ഈ അനുഭവത്തിലൂടെയൊക്കെ ദൈവം എന്തിനാണ് നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു ചട്ടവും പ്രമാണവും നൽകിയിരിക്കുകയാണ്. അതനുസരിച്ച് നടന്നാൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് ഈ വേദഭാഗം വായിച്ചപ്പോൾ അവസാനം കൊണ്ടു നിർത്തിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജനത്തെ, പിറുപിറുത്ത ജനത്തെ എവിടെയാണ് എത്തിച്ചത്? എലീമിൽ എത്തിക്കുകയാണ്. എലീമിൽ എത്തിച്ചപ്പോൾ അവിടെ 12 നീരുറവയും എത്ര 70 ഈത്തപ്പനയും ഒരുക്കുന്ന ഒരു ദൈവം. മാറയുണ്ട്. എന്നാൽ എലീമിലെത്തിയപ്പോൾ 12 നീരുറവയും 70 ഈത്തപ്പനയും ഒരുക്കിയ ഒരു ദൈവമുണ്ട് എങ്കിൽ, നമ്മുടെ യോഗ്യതകൾ നോക്കാതെ നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമില്ലേ? നമ്മുടെ യോഗ്യതകൾ നോക്കാതെ നമ്മളെ അനുഗ്രഹിച്ച ഒരു ദൈവമില്ലേ? അതുകൊണ്ട് മൂന്നാമത് ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഗോഡ് ഗീവ്സ് ബ്ലെസ്സിങ് ബിയോണ്ട് അവർ വർത്തിനെസ്. നമ്മുടെ യോഗ്യതകൾ നോക്കാതെ നമ്മളെ അനുഗ്രഹിച്ച ജനം. ഈ ജനത്തിന് ഒരു കാരണവശാലും നമ്മളായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും ഒന്നും കൊടുക്കത്തില്ല. കഴിഞ്ഞ ദിവസം സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സൻലച്ചൻ ഞങ്ങളുടെ ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നപ്പോൾ, ഞങ്ങൾ സുഹൃത്തുക്കളായപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ കാര്യമൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു ദുഃഖകരമായൊരു സംഗതി, 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞ കാരണത്താൽ ഒരപ്പനും അമ്മയും കുഞ്ഞിന് ഒരാഴ്ച ഭക്ഷണം കൊടുത്തില്ല. ഇത് വെറുതെ പറഞ്ഞതല്ല. അച്ഛൻ്റെ പേഴ്സണൽ കൗൺസിലിങ്ങിൽ അച്ഛനോട് ഹൃദയവേദനയോടെ, തകർന്ന നിരാശയോടെ അച്ഛൻ പറഞ്ഞു, നിൻ്റെ മനസ്സിൽ വല്ലാതെ വേദനപ്പെടുത്തുന്ന എന്തോ ഉണ്ടല്ലോ, നീ തുറന്ന് പറയുവാൻ പറഞ്ഞപ്പോൾ പറയുകയാണ്, അച്ഛാ എൻ്റെ പരീക്ഷയ്ക്ക് അല്പം മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞ ഒരാഴ്ചയായി ഭക്ഷണം നൽകുന്നില്ല.
ലോകപ്രകാരമുള്ള മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തോട് എത്ര മറുതലിച്ചാലും, എത്ര വിറുവിറുത്താലും, എത്ര മാറി നടന്നാലും, എത്രയൊക്കെ അവന് വിരോധമായി സംസാരിച്ചാലും അവൻ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് ഈ വേദഭാഗം വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ നീ നൽകിയ നന്മകൾക്കനുസരിച്ചൊന്നും പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, എന്നാൽ ഇത്രമാത്രം സ്നേഹിക്കുവാൻ ഞാൻ എന്തുള്ളൂ? ഇത് പറയുവാൻ ലിജുവച്ചന് കാരണമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പട്ടക്കാരനായി 1 വർഷം തികയുന്നതിന് മുമ്പ് രോഗിയായി തീർന്ന മനുഷ്യനാണ്. ലിവർ സിറോസിസ് എന്ന് പറയുന്ന മാരകമായ രോഗം ബാധിച്ച വ്യക്തിയാണ്. ആ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞതാണ്. മണിക്കൂറുകൾ പറഞ്ഞാൽ എൻ്റെ അനുഭവസാക്ഷ്യം, എന്നാൽ വളരെ ചുരുക്കി പറയുമ്പോൾ ചിലത് മാത്രം പറയുകയാണ്. ലിവർ സിറോസിസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇടയാറുമുള ലാഗസെൻഡോം ഇടവകയിൽ ലിവർ സിറോസിസ് ബാധിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം വയറ്റിൽ നിന്ന് ടാപ്പ് ചെയ്ത് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനും ചിന്തിച്ചു, ദൈവമേ, ഇനിയുള്ള നാളുകൾ എങ്ങനെയാണ് വയറിൽ നിന്ന് ടാപ്പ് ചെയ്ത് ഇങ്ങനെ ഫ്ലൂയിഡ് എടുക്കേണ്ടതായി വരുമല്ലോ. അതിന് കാരണം തിരക്കി ചെന്നപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയുമാണ് ലിവർ സിറോസിന് കാരണം. ഒരു ഹോസ്പിറ്റലിൽ മാത്യു ഫിലിപ്പ് എന്ന് പറയുന്ന ഡോക്ടറിനെ കാണുവാൻ ഞാൻ ചെന്നിരിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ആർ സൈലൻറ്റ് കില്ലേഴ്സ്. ഇത് വായിച്ചപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടി, ഞാനത് നേരത്തെ കണ്ടു, അതുകൊണ്ട് അത് കാണാതിരിക്കുവാനാണ് അവൾ പറഞ്ഞത്. എന്നാൽ ജീവിതത്തിൽ അടുത്ത നിമിഷം എന്തായിത്തീരുമെന്ന് ചിന്തിക്കാതെ ഡോക്ടറിൻ്റെ റൂമിൽ ചെന്നപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ലിവറിൻ്റെ സ്കാനിങ് റിപ്പോർട്ടുകൾ വന്നു, അച്ഛൻ്റെ ലിവറിനുള്ള ക്യാൻസറാണ്, ട്യൂമറുകൾ വർദ്ധിച്ചിരിക്കുകയാണ്, ലിവർ സിറോസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, സി, അടുത്തത് ലിവർ ക്യാൻസർ. അദ്ദേഹം എൻ്റെ അടുത്ത് ഇപ്രകാരം പറഞ്ഞു, അച്ഛാ, പ്രയാസപ്പെടേണ്ട, ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്, അച്ഛന് പുതിയൊരു ലിവർ വെച്ച് തരാം എന്ന് പറഞ്ഞ അനുഭവമുണ്ട്. അത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ, നമ്മൾ വായിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ ഒരാളുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. അദ്ദേഹത്തിന് ചെയ്ത ഭാര്യയാണ് ലിവർ പകുത്തു കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ സർവീസിലാണ് ഞാൻ ഷമ്മാശനായി ആദ്യം പോയി ശുശ്രൂഷ. ഷമ്മാശനായി ആദ്യം പോകുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മരണപ്പെട്ട ഒരാളെ കാണാനാണ്. എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, അങ്ങനെയുള്ളതായ യുവച്ചൻ ഞാനിങ്ങനെ ചിന്തിച്ചു, ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് അവസാനമാണ്. അടുത്തത് എന്ത് ചെയ്യണമെന്നറിയാതെ വെല്ലൂരിലേക്ക് പോയി. വെല്ലൂരിൽ ചെന്ന് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു, ഇനി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ ഒരാളുടെ ബ്രെയിൻ ഡെത്ത് നടക്കണം. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇനി ഒരാൾ ഞാൻ മരിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് ജീവിച്ചാലും മരിച്ചാലും പ്രശ്നമില്ല, ഇനി ഒരാൾ മരിച്ചിട്ട് എനിക്കൊരു ജീവിതമൊന്നും എനിക്ക് വേണ്ട. ഡോക്ടർ പറഞ്ഞു, അച്ഛൻ മരിക്കാനൊന്നും പ്രാർത്ഥിക്കണ്ട, അച്ഛൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അച്ഛന് സൗഖ്യം നൽകും, ദൈവം അച്ഛന് സൗഖ്യം നൽകും. അവിടെ ഒരു എബി തമ്പിനായനാൻ അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യനെ പരിചയപ്പെട്ടു. ക്യാൻസർ കീമോ റേഡിയേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് ക്യാൻസറാണ്. 34 വയസ്സാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ സെൻറ്റൻസ് ഇപ്രകാരമാണ്, അച്ഛാ, നമുക്കെന്തുകൊണ്ടാണ് ഈ അസുഖം വന്നതെന്ന് ചോദിച്ചാൽ, അച്ഛാ, ദൈവത്തിനറിയാം, നമ്മൾ ദൈവത്തെ തള്ളിപ്പറയത്തില്ല എന്ന് ദൈവത്തിന് വിശ്വാസമുണ്ടായതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിനക്കെന്താണ് ഇത് വന്നതെന്ന് ചോദിക്കുന്ന പലരും, നീ വിശ്വാസിയായിട്ടും, നീ പള്ളിയിൽ പോയിട്ടും, നീ പ്രാർത്ഥനയ്ക്ക് പോയിട്ടും, നീ മുടങ്ങാതെ ദൈവത്തെ വിളിച്ചിട്ടും എന്താണ് നിനക്കിത് വന്നതെന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. എന്നാൽ അവരോട് ഇങ്ങനെ പറയണം, ഞാൻ ദൈവത്തെ തള്ളിപ്പറയത്തില്ലെന്ന ദൈവത്തിന് ഉറപ്പുണ്ടായതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, എനിക്കിത് വന്നപ്പോൾ എൻ്റെ നാട്ടുകാർ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ സഹോദരിയോട് ചോദിച്ചിട്ടുണ്ട്, എന്താ മോളെ, നിങ്ങളുടെ വീട്ടിൽ മാത്രം ഇത്ര പ്രശ്നം, പിതാവ് രോഗിയായി, ഞാൻ രോഗിയായി, നിങ്ങൾ ദൈവത്തെ അറിയുന്നവരല്ലേ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അവൾ പറഞ്ഞത് ഇപ്രകാരമാണ്, ഞങ്ങളുടെ ഭവനത്തിന് മാത്രമേ താങ്ങാൻ കഴിയുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടായതുകൊണ്ടാണ്. ഞങ്ങളുടെ ഭവനത്തിന് മാത്രമേ ഇത് താങ്ങാൻ കഴിയുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്കിത് സംഭവിച്ചത്.
എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, വെല്ലൂർ ഹോസ്പിറ്റലിൽ ഒരു അവസാന വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഡോക്ടറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛൻ ഈ പട്ടത്ത ശുശ്രൂഷയിൽ കുറച്ച് നാൾ മാത്രമേ ആയിട്ടുള്ളൂ, എന്നാൽ അച്ഛൻ ഈ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം അച്ഛന് സൗഖ്യം നൽകും. വെല്ലൂർ ഡോക്ടർ എന്നെ പഠിപ്പിച്ച ഒരു തിയോളജി ഉണ്ട്, അച്ഛൻ കുപ്പായം വിട്ട് നടന്നതുകൊണ്ട് കാര്യമില്ല, അച്ഛൻ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവം അച്ഛന് സൗഖ്യം നൽകും. പ്രിയമുള്ളവരെ, അവസാന കുർബാന ചൊല്ലിയ ലിജു അച്ഛനാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എനിക്ക് അവസാനത്തെ കുർബാന ചൊല്ലാനൊരാഗ്രഹമാണ്. അദ്ദേഹം പറഞ്ഞു, ഇനി പോകാനൊക്കത്തില്ല, കാലം ചെയ്ത് ജോസഫ് മാർത്തോമ തിരുമേനി എൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ എല്ലാം ഏറ്റെടുത്തു, മാർത്തോമ സഭ ഏറ്റെടുത്തു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന അച്ഛൻ ഒരുപക്ഷെ അന്ന് ദുബൈ മാർത്തോമ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. തിരുമേനി അന്ന് അച്ഛനെ വിളിച്ചു പറഞ്ഞത്, അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സഭയിലെ ഒരു ചെറുപ്പക്കാരൻ അച്ഛനാണ്, അച്ഛൻ ദുബൈയിൽ നിന്ന് എന്ത് ചെയ്യണം, കുറച്ച് കാശ് കളക്ട് ചെയ്ത് അയച്ചു കൊടുക്കണം. ഇന്ന് തോമസ് സക്കറി അച്ഛൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പറയുകയല്ല, അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ആ പള്ളിയിൽ ഞാൻ അനൗൺസ്മെൻറ്റ് ചെയ്ത് പിറ്റേ ആഴ്ച ദുബൈ പള്ളി കളക്ട് ചെയ്ത് അയച്ചത് ഏകദേശം എൻ്റെ ട്രാൻസ്പ്ലാന്റിന് 22 ലക്ഷം രൂപയാകുമ്പോൾ 18 ലക്ഷം രൂപ ഒരു പക്ഷേ ദുബൈ പള്ളി തന്നെ കളക്ട് ചെയ്ത് സഭ അയച്ചെന്ന്. എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, ഞാനൊന്നുമില്ലാതെ ഒരു പക്ഷേ വെല്ലൂരിൽ പോയപ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവസന്നദ്ധയെ പ്രാർത്ഥിച്ചപ്പോൾ മാർത്തോമ സഭയിലെ ഒരു മേലധ്യക്ഷനെ എൻ്റെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ട് പറയുകയാണ്, നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സമൃദ്ധിയായി നൽകുവാൻ കഴിവുള്ളവനാണ് നിൻ്റെ ദൈവം. ഇന്ന് സങ്കടത്തോടെ നിരാശയോടെ ഇതെങ്ങനെ നടക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ആവശ്യങ്ങൾ നീ ദൈവസന്നദ്ധയെ സമർപ്പിക്കുകയാണെങ്കിൽ, വിശ്വാസത്തോടെ ദൈവസന്നദ്ധയെ സമർപ്പിക്കുകയാണെങ്കിൽ, നീ ആ ക്രൂശിലേക്ക് നോക്കിയാൽ ആ സഹന വഴികളിലൂടെ നടക്കുമ്പോൾ നിൻ്റെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ നീ പ്രയാസഘട്ടത്തിൽ എന്തിനാണ് നിരാശപ്പെടുന്നത്? പ്രിയമുള്ളവരെ, അവസാന കുർബാന ചൊല്ലിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇതെൻ്റെ അവസാന കുർബാനയല്ല, ഇനിയും അനേകം കുർബാനകൾ ചൊല്ലുവാൻ ഈ ദൈവം എന്നെ ശക്തീകരിക്കും. ഈ നാളുകൾ കുർബാനയെ പറ്റിയൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്, എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചറിഞ്ഞത്, നിന്ദ്യമായ മൺകട്ട ഞാനായിരിക്കെ ഈ ദൈവികമായ ശുശ്രൂഷയ്ക്ക് എൻ്റെ ദൈവം എന്നെ നിയോഗിച്ചുവെങ്കിൽ ഈ ദൈവം അറിയാതെ ഒരു ദോഷവും ഉണ്ടാകിയില്ല എന്ന് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ എനിക്ക് ദൈവം ഉറപ്പ് നൽകി. അതുകൊണ്ട് യാന്ത്രികമായി നീ കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊന്നും കേൾക്കുവാനൊക്കത്തില്ല. വിശ്വാസത്തോടെ വിശുദ്ധ കുർബാനയിൽ നീ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ ആ കാൽവറി മരത്തിലേക്ക്, ആ ക്രൂശിതനായ ക്രൂശിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്ന ബോധ്യത്തോടു കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ ആ സഹനത്തിൽ നിന്നെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഞാൻ പറയട്ടെ, വിശുദ്ധ കുർബാന ചൊല്ലി ഇറങ്ങുമ്പോൾ എനിക്കൊരു ഉറപ്പ് കിട്ടി, എനിക്കൊരു സൗഖ്യം കിട്ടിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, വിശുദ്ധ കുർബാനയിൽ എനിക്ക് സൗഖ്യം നൽകി. ദൈവത്തിൻ്റെ സാന്നിധ്യം മൃദുസ്വരമായി വചനത്തിലൂടെ എന്നോട് സംസാരിച്ചു. അമ്മയുടെ ഉദരത്തിൽ ഒരു ഭാഗം മുമ്പേ നിന്നെ പേർ ചൊല്ലി അറിയുന്ന ഒരു ദൈവം ആണെങ്കിൽ നിനക്കൊരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്ന അച്ഛൻ്റെ ചാൻറ്റിംഗ് ഒന്നും കേട്ട് അവിടെ അതിന് വിലയിടുവാനൊന്നും പോരുത്. നീ നിൻ്റെ ഹൃദയത്തെ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ വേദനയോടെ ഹൃദയഭാരത്തോടെ നീ ദൈവസന്നിധിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ കണ്ണുനീർ തുരുത്തികളെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ടെന്നൊക്കെ ഒരു ഗുമ്മിന് വേണ്ടി ഒന്നും ഇന്ന് പ്രസംഗിക്കുന്നതല്ല. ഈ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് മടക്കി ഒരു പക്ഷേ വെല്ലൂരിൽ അയച്ചുവെങ്കിൽ ഞാൻ പറയട്ടെ, 2020 ഓഗസ്റ്റ് മാസം 20-ാം തീയതി ട്രാൻസ്പ്ലാന്റിന് വേണ്ടി പോകുമ്പോൾ അതിനു മുമ്പ് 100 കണക്കിന് മരണം എൻ്റെ മുന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വിധേയപ്പെട്ട് എൻ്റെ അടുത്ത് കിടക്കുന്ന പേഷ്യൻസ് ഞാൻ മരിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ എനിക്കൊരു ഉറപ്പ് തമ്പുരാൻ നൽകി. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ കരം നീട്ടി തൊടുന്ന അത്ഭുതകരമായ അവൻ്റെ ഒരു സൗഖ്യം ഒരുപക്ഷെ ഞാൻ രുചിച്ചറിഞ്ഞിട്ടാണ് വെല്ലൂർ ഹോസ്പിറ്റൽ മടങ്ങിപ്പോയത്. എൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് ഞാൻ പറഞ്ഞത്, ഞാൻ മടങ്ങി വരും, ഞാൻ വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് എന്നെ ചാപ്ലൈനായി മെത്രാപ്പോലീത്ത ട്രാൻസ്ഫർ ചെയ്തെന്നൊരു കള്ളത്തരമൊക്കെ പറഞ്ഞിട്ടാണ് പോയത്.
എന്നാൽ പറയട്ടെ, വെല്ലൂർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് എബി തമ്പി നയനാനച്ഛൻ പ്രാർത്ഥിച്ചു വിടുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പ്രകാരമാണ് പറഞ്ഞത്, അച്ഛാ എൻ്റെ സഹധർമ്മിണിയെ ഒന്ന് നോക്കിക്കോണം, കാരണം അവളാണ് ഈ ദിവസങ്ങളിൽ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്യുന്നത്. എന്നാൽ മടക്കി കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. എനിക്കൊരുറപ്പുണ്ട്, ന്യൂ എൻട്രി വരെ എന്നെ കൂട്ടിച്ചേർത്ത എൻ്റെ ഭാര്യയ്ക്ക് പോലും വരുവാൻ കഴിയൂ എങ്കിൽ അതിനപ്പുറത്തേക്ക് കടന്നു വരുന്ന അദൃശ്യമായ മൃദുസ്വരമായ ആർക്കും കാണുവാൻ കഴിയാത്ത ഹൃദയം നുറങ്ങിയാൽ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവത്തെ കണ്ടിട്ടാണ് ICUവിലേക്ക് അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ഞാൻ കയറിപ്പോയത്. ഇന്ന് ദൈവം ഇതിലെ ഞാൻ പറയട്ടെ, 18 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറിയാണ് ചെയ്തത്. അതിനു മുമ്പ് വരച്ച് കാണിച്ചു, ഇങ്ങനെയാണ് കയറാൻ പോകുന്നത്, എല്ലാം വിശദീകരിച്ചു. അവസാനം ഒപ്പിട്ട് കൊടുത്തു. എൻ്റെ അടുത്ത് ഇങ്ങനെയും കൂടെ പറഞ്ഞു, അച്ഛൻ വെന്റിലേറ്ററിലായിരിക്കും, ഒരുപക്ഷെ എത്ര ദിവസം കഴിഞ്ഞ് വെന്റിലേറ്റർ മാറ്റുമെന്ന് അറിയില്ല. ഞാൻ വെന്റിലേറ്റർ എന്ന് കേട്ടപ്പോൾ പേടിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു. എൻ്റെ പിതാവ് വെന്റിലേറ്ററിൽ പോകുമെന്ന്. എന്നാൽ വെന്റിലേറ്ററിൽ നിന്ന് ഇറക്കിയ ഒരു ദൈവത്തെ കണ്ടിട്ടാണ് ദൈവം എന്നെ അയച്ചത്. അതുകൊണ്ട് ഈ വേദഭാഗം ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും, ജീവിതത്തിൻ്റെ ചില ചോദനകളും പ്രയാസങ്ങളും ദുരിതങ്ങളുമൊക്കെ വരുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ചില ചട്ടവും പ്രമാണവും നൽകി നമ്മളെ രൂപപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എൻ്റെ പിതാവിന് രോഗം വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ രൂപപ്പെടുത്തുവാൻ, ഈ വലിയ സർജറിക്ക് വേണ്ടിയുള്ളതായ ഒരു ഒരുക്കമായിട്ടാണ് ഞാൻ പലപ്പോഴും അതിനെ കാണുന്നത്. ഇന്ന് ദൈവം ഇതിലെ ഞാൻ പറയട്ടെ, അന്ന് സഭശബ്ദിയോടുകൂടെ പ്രാർത്ഥിച്ചുവെങ്കിൽ, ഞാൻ പറയട്ടെ, ഇവിടെ നിൽക്കുന്ന 100 കണക്കിന് പേർ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പലരും ഇന്ന് വന്നപ്പോഴേ ചിലരെന്നോട് പറഞ്ഞു, അച്ഛന് വേണ്ടി എത്ര പ്രാർത്ഥിച്ചതാണ് ഞങ്ങൾ, എത്ര പ്രാർത്ഥിച്ചതാണ്. എന്നാൽ ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എൻ്റെ ആയുസ്സിനെ മടക്കി തന്നു. 2016 ഓഗസ്റ്റ് 21 പ്രഭാതത്തിൽ സർജറി നടക്കുകയാണ്. അന്ന് വൈകിട്ട് വെന്റിലേറ്റർ മാറ്റിയൊരു ദൈവമുണ്ട്. പിറ്റേ ദിവസം, ഒരുപക്ഷെ ആഴ്ചകൾ എൻ്റെ പിതാവ് വെന്റിലേറ്റർ കിടന്നുവെങ്കിൽ പിറ്റേ ദിവസം വെന്റിലേറ്റർ മാറ്റിയ ഒരു ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വെന്റിലേറ്റർ എന്ന് കേട്ടിട്ട് ഷോക്കടിച്ച് പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല, അതൊക്കെ താൽക്കാലികമാണ്. ഈ നമ്മുടെ കോഴഞ്ചേരിക്കാരനൊരു മിഥുനുണ്ട്, പട്ടേരിൽ ഡോക്ടർ മിഥുൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗൈഡൻസ് സെൻ്ററിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയും, വൈദ്യശാസ്ത്രം ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ ഫുൾ സ്റ്റോപ്പ് മാറ്റി സെൻറ്റൻസ് ആക്കുന്ന ദൈവമേ എന്ന് ഒരു ഡോക്ടർ പ്രാർത്ഥിക്കുകയാണ്. വൈദ്യശാസ്ത്രം ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ ഫുൾ സ്റ്റോപ്പ് മാറ്റി സെൻറ്റൻസ് ആക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എൻ്റെ ദൈവം ഇതിലെ എന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരുക്കുന്ന ഒരു ദൈവത്തെ പറ്റിയും അളവറ്റതായ നന്മകൾ നൽകിയ ഒരു ദൈവത്തെ പറ്റിയുമാണ് ഇന്ന് ഞാൻ പ്രസംഗിച്ചതെങ്കിൽ, ഇന്ന് ഞാൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 9 വർഷങ്ങൾ പിന്നിട്ട് 10ാം വർഷത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും നെഗറ്റീവാക്കിയ ഒരു ദൈവമുണ്ട്. ഇന്ന് ഈ ദൈവത്തെ മുറുകെ പിടിച്ചാൽ അവൻ നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. ഞാൻ വെല്ലൂരിൽ 2 വർഷം എന്നെ ചാപ്ലൈൻ ആയി തമ്പുരാൻ പോസ്റ്റ് ചെയ്തു. തിരുമേനി പത്രപുരത്ത് തിരുമേനിയാണ് പോസ്റ്റ് ചെയ്തതെങ്കിൽ ഞാൻ പറയും, അതിൻ്റെ മധ്യത്തിൽ അവിടെയുള്ള പലരോട് ഞാൻ പറഞ്ഞത്, എന്നെ സൗഖ്യമാക്കിയ ഒരു ദൈവം നിങ്ങളെയും സൗഖ്യം. ഈ ഭദ്രാസനത്തിൻ്റെ അധിപൻ തിരുമേനിയാണ്. എനിക്ക് രോഗം വന്നതായ അവസരത്തിൽ അദ്ദേഹം ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ മാത്യു ഫിലിപ്പ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. തിരുമേനി ഇപ്രകാരം പറഞ്ഞു, ഞാൻ പട്ടം കൊടുത്ത ഒരു അച്ഛനാണ് അങ്ങോട്ട് വരുന്നത്, ഡോക്ടർ അച്ഛനെ നന്നായി നോക്കിക്കൊള്ളണം. എന്നാൽ ഈ അടുത്ത സമയത്ത് ഈ മാത്യു ഫിലിപ്പ് ഡോക്ടറിനെ ഞാൻ കുറ്റപ്പുഴ ജെറുസലേം മാർത്തോമ ഇടവകയിൽ വെച്ച് കണ്ടു. എൻ്റെ ഒരു ബുക്ക് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞാ, നിരാശപ്പെട്ട് തകർന്ന ഹൃദയമായി കണ്ണുനീരോടുകൂടെ
എൻ്റെ ക്യാബിനിലിരുന്ന ഒരച്ഛനെ എനിക്കറിയാം. എന്നാൽ നിറഞ്ഞ മുഞ്ചിരിയോടുകൂടെ ഇന്ന് എൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന അച്ഛനെ കാണുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയും. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദി. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുമ്പോൾ ചിലർ വിളിച്ചത് കൊണ്ടാണോ നമ്മൾ വന്നത്? എല്ലാ മാസവും നമ്മൾ ഈ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിക്കുന്നവരാണ്, ആത്മീയമായൊരു അനുഗ്രഹം പ്രാപിച്ചവരാണ്. എന്നാലും ഞാൻ ചോദിച്ചോട്ടെ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് എന്നും വിശ്വാസ ജീവിതയാത്രകളിൽ അടുത്ത പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നമ്മുടെ പ്രതികരണം എപ്രകാരമായിരിക്കും? നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമോ പിറുപിറുക്കും? ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിച്ചാൽ എന്താണ്? പരിഹാരം ഒരുക്കുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ കഴിയും. നിരാശയുടെ മധ്യത്തിൽ ഒരുപക്ഷെ മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ മോശയ്ക്കൊരു പരിഹാര വൃക്ഷം കാണിച്ചു കൊടുത്തുവെങ്കിൽ ഇന്ന് ഈ വചന കേൾവിക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയണം: കർത്താവേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് പരിഹാര വൃക്ഷമായി തമ്പുരാനെ നീ എനിക്ക് നൽകിയനായി സ്തോത്രം. ആ സഹനങ്ങൾ നോക്കുമ്പോൾ എൻ്റെ സഹനങ്ങൾ ഒന്നുമല്ലല്ലോ. എൻ്റെ ഈ സൈഡിലും ഇവിടെയൊക്കെ ഇങ്ങനെ ഇത്രയും വലിയ സൂചി കുത്തി ഇറക്കാറുണ്ട്. കുത്തി ഇറക്കിയപ്പോൾ ആ സൂചി കണ്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, കാരുരുമ്പ് ആണി ഒരു സെഡേഷനും കൂടാതെ പള്ളയ്ക്ക് കുത്തി ഇറക്കിയതാണ്. അതുകൊണ്ട് ഈ സൂചി, ചെറിയൊരു സൂചി കണ്ടിട്ട് നിരാശപ്പെടുന്നില്ല. ഈ സഹനങ്ങളുടെ മധ്യത്തിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുവാൻ ഇടയായി. എന്ന് ദൈവസന്നിധി നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കണം. നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് ദൈവസന്നിധി ദൈവവചന കേൾവിക്കായി നമ്മളെ ഒരുക്കിയെങ്കിൽ ഇന്ന് ദൈവത്തോടൊന്ന് പറയണം: കർത്താവേ, ഇന്ന് ഈ വചനകൂടാരത്തിൻ്റെ മധ്യത്തിൽ ഇരിക്കുമ്പോൾ വേദനയോടെ നിരാശയോടെ ഹൃദയഭാരത്തോടെ ചിലരൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു. ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് ദൈവത്തോട് നിലവിളിച്ച ചിലരൊക്കെ ഉണ്ട്. എന്നാൽ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ പിറുപിറുക്കിയല്ലേ ഒരു ദൈവം ഇതിൽ പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്ന് ഇന്ന് കേട്ടുവെങ്കിൽ ദൈവത്തോടൊന്ന് പറയാം: കർത്താവേ, പിറുപിറുത്തു പോയ എൻ്റെ കുറവുകളെ തമ്പുരാനെ നീ ക്ഷമിക്കണം. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ നീ സമൃദ്ധമായ അനുഭവങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ ഭക്ഷണമില്ലാതെ ഭാരപ്പെട്ട ദിവസങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം. എൻ്റെ ഭവനത്തെ ഓർത്ത് വ്യാകുലപ്പെട്ട ദിവസങ്ങളുണ്ടാകാം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഈ ദൈവം നടത്തിയെങ്കിൽ ഇന്ന് ദൈവത്തോട് പറയാം: കർത്താവേ, ഞാൻ വീണ്ടും ഈ ക്രൂശിൻ്റെ ചൂട്ടിലേക്ക് അടുത്തു വരികയാണ്. കർത്താവേ, ക്രൂശിലേക്ക് ഞാൻ നോക്കുമ്പോൾ പരിഹാരം ഒരുക്കുന്ന ഒരു ദൈവത്തെ നീ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് വേദനയോടെ, നമ്പരത്തോടെ, ഹൃദയഭാരത്തോടെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ദൈവത്തോട് പറയണം: കർത്താവേ, പിറുപിറുത്തു പോയ എൻ്റെ കുറവിനെ തമ്പുരാനെ ക്ഷമിക്കണം. ഇന്ന് ഓൺലൈനിലൂടെ ഒരു പക്ഷേ കേൾക്കുന്ന ചിലരുണ്ടായിരിക്കാം. എൻ്റെ രോഗത്തിന് സൗഖ്യം ആര് നൽകും? രോഗമുണ്ടെങ്കിലും സൗഖ്യം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന് നീ പൂർണ്ണമായി വിശ്വസിക്കണം. എന്തിനാണ് നിന്നെ ഈ സഹനത്തിലൂടെ കടത്തിവിടുന്നതെന്ന് ദൈവത്തിന് വളരെ വ്യക്തതയുണ്ട്. നീ ദൈവത്തെ ഒരു നാളും തള്ളിപ്പറയുകയില്ല എന്നും ദൈവത്തെ നീ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് അവന് ബോധ്യമുണ്ടായതുകൊണ്ടാണ് നിന്നെ ഈ പ്രയാസഘട്ടത്തിലൂടെ ഈ നാളുകൾ കടന്നു. ദൈവത്തോട് പറയണം: കർത്താവേ, നിന്നോട് ചേർന്ന് നിൽക്കുവാൻ എന്നെ സഹായിക്കണം. കഴിഞ്ഞ നാളുകളിൽ എനിക്ക് മാറ നൽകിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എലിയും ഒരുക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു യോഗ്യതയുമില്ലാത്ത, ഒരർഹതയുമില്ലാത്ത എന്നെ ഇത്രത്തോളം നീ എന്നെ നടത്തിയെങ്കിൽ, കർത്താവേ, ഇന്ന് മാറയുടെ അനുഭവമാണെങ്കിൽ ഞാൻ എൻ്റെ യോഗ്യതകളൊന്നും നോക്കാതെ എനിക്ക് എലിയും ഒരുക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഹല്ലേലൂയ പ്രത്യാശയോടുകൂടെ കർത്താവേ ഈ തരംഗത്തിൽ നിന്ന് മടങ്ങി പോകുവാൻ സഹായിക്കണം. കർത്താവേ, ലിജു അച്ഛൻ്റെ വാക്കുകളല്ല, ദൈവത്തിൻ്റെ ശബ്ദമാണ് എന്ന് കേട്ടത്. ദൈവത്തോട് ചേർന്നെന്ന് പറയാമോ? കർത്താവേ, എന്നെ പൂർണ്ണമായി ഒരിക്കൽ കൂടെ സമർപ്പിക്കുകയാണ്.
തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പാടാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. കൊയർ ചേർന്ന് പാടാം. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ രണ്ട് കരങ്ങളും ഉയർത്തി ആരാധന 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 ആരാധന. ചേർന്ന് പാടാമോ? ശബ്ദം ഉയർത്തി ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞുകൊണ്ട് ആരാധന ആരാധന ആരാധന. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. ഇന്ന് വേദനയോടെ ഹൃദയഭാരത്തോടെ ആകുലതയോടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വേദനകളിൽ ചേർന്ന് നിൽക്കുന്ന ഒരു തമ്പുരാൻ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. എൻ്റെ രോഗങ്ങളിൽ എന്നെ കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, എൻ്റെ ഹൃദയം നുറങ്ങുമ്പോൾ എന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഭാരപ്പെടുന്നത്? ഇന്ന് വേദനയോടെ ഹൃദയവേദനയോടെ ഹൃദയഭാരത്തോടെ നീ പ്രാർത്ഥിക്കുവാൻ ദൈവവൈതലിന് അവകാശമുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നീ പിറുപിറുക്കല്ല, പ്രാർത്ഥനയിൽ പിറുപിറുക്കാതെ, പ്രാർത്ഥനയിൽ പിറുപിറുക്കാതെ പതറാതെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഇങ്ങനെ ആരാധന കഴിക്കാം. ഇന്ന് ഹൃദയം തുറന്ന് പാടുവാൻ ഇന്ന് ദൈവം നൽകിയിരിക്കുന്ന അവസരമാണ്. ആരാധന 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 ആരാധന. എൻ പ്രേമഗീതമാ എന്നീശുനാഥനേ, എൻ പ്രേമഗീതമാ എന്നീശുനാഥനേ, എൻ ജീവനേ കാളും നീ വലിയതാണ്. ആത്മാർത്ഥമായിട്ടാണ് പാടുന്നത്. എൻ ജീവനേ കാളും നീ വലിയതാ. കണ്ണുനീരോടുകൂടെ പാടണം. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഇന്ന് കർത്താവേ, വേദനയോടെ ഹൃദയഭാരത്തോടെ ആകുലതയോടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വചനമയച്ച് സൗഖ്യം നൽകുന്ന ഒരു ദൈവമുള്ളതിനായി സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ.
ആരാധന ആരാധന നിന്നെ പോലെ സ്നേഹിച്ചിട ആവതില്ല ആർക്കുമേ നിന്നെ പോലെ സ്നേഹിച്ചിട ആവതില്ല ആർക്കുമേ സ്നേഹമേ പ്രേമമേ അങ്ങിൽ ഞാനും ചേരിടുന്നു പ്രേമമേ പ്രേമമേ അങ്ങിൽ ഞാനും. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, വേദനയോടെ ഹൃദയഭാരത്തോടെ നമ്പരത്തോടെ ആകുലതയോടുകൂടെ ഇന്ന് ഈ കൂടാരത്തിൽ കടന്നു വന്ന നിന്റെ മക്കളെ തമ്പുരാനെ നീ തൊട്ടനായി സ്തോത്രം. നീ അവിടുന്ന് വിടുതൽ നൽകിയനായി സ്തോത്രം. നിരാശയില്ലാതെ ദോഷങ്ങളാൽ ഈ തമ്പുരാൻ പരീക്ഷിക്കുകയില്ല എന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ട് എന്നും ആകുലതകളിൽ ദൈവം കൂടെയുണ്ട് എന്നും ഒരു ജേക്കബ് മൈക്കിൾ നിരാശയുടെ മധ്യത്തിൽ ഒരുപക്ഷെ ഈ ദൈവത്തെ ഞാൻ ഒരു നാളും തള്ളിപ്പറയുകയില്ല എന്ന വിശ്വാസത്തോടുകൂടെ പറഞ്ഞുവെങ്കിൽ എന്ന് ഈ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ദൈവമേ പ്രത്യാശയോടുകൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരുക്കിയ ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് മടങ്ങിപ്പോകുവാൻ ദൈവമേ നിന്റെ മക്കളെ സഹായിക്കണം. കൃപയാൽ കർത്താവെ നിറയ്ക്കണം. ബലഹീനായ അടിയനെ ഇതിന് യോഗ്യതയുള്ളതാക്കി തീർത്തേനായി സ്തോത്രം. കൃപയാൽ 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 അവിടുന്ന് എല്ലാവരെയും ബലപ്പെടുത്തും. മാനമോഹത്വം അങ്ങയ്ക്ക് തന്നെ. സകലവും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവിൻ്റെ വലിയ കൃപയും അനുഗ്രഹങ്ങളും പ്രിയരെ നാം കേട്ട വചനത്തോട് നമ്മളേറ്റെടുത്ത ഉത്തരവാദിത്തോട് നമ്മുടെ തുടർ ക്രിസ്തീയ സാക്ഷ്യത്തോട് പ്രിയപ്പെട്ട അച്ഛൻ്റെ ജീവിത ശുശ്രൂഷയോട് എപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.